സരിതയും സോളാറും സലിം രാജും ഒക്കെ കൂടി ഉമ്മൻചാണ്ടിയെ ഒരു സൈക്കിൾ യജ്ഞക്കാരനാക്കി മാറ്റിയിട്ടുണ്ട്. സൈക്കിൾ ഓട്ടത്തിൽ പണ്ടേ വിദഗ്ധനായ ചാണ്ടി ഈ വിഷുദിനത്തിൽ സൈക്കിൾ ഓട്ടത്തിലുള്ള തൻ്റെ വൈദഗ്ധ്യം ഓർത്തെടുക്കുകയാണ്. ഭാവിയിൽ സലിം രാജും സരിതയുമൊക്കെ കയറി വന്നാൽ ഒരു സൈക്കിൾ ഓട്ടക്കാരന് മാത്രമേ നേരിടാൻ കഴിയൂ. പുതു തലമുറയ്ക്കുള്ള ഉമ്മൻചാണ്ടിയുടെ ഉപദേശമാണ് ഇനി. നിങ്ങളെക്കാൾ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് ഈ സൈക്കിള് ചവിട്ടും. അപ്പം ഞങ്ങളുടെ വീട്ടിലെ ഒരു പഴയ സൈക്കിള്, അതായത് എൻ്റെ പിതാവിൻ്റെ സഹോദരനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സൈക്കിളുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ഈ സൈക്കിള് ചവിട്ടി അപ്പോൾ നമ്മുടെ ആ സൈക്കിളിലുള്ള ഒരു കഴിവൊക്കെ മറ്റു കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് ഒരു ഇതായിട്ടുള്ളത്. അപ്പം അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഈ സൈക്കിളിന് ടയറിനകത്ത് കാറ്റില്ല. അപ്പോൾ ഞാൻ എടുത്ത് പെട്ടെന്ന് ഇത് അടിച്ച് കാറ്റ് നിറച്ചിട്ട് അതേ കയറിപ്പോകാനുള്ള ധൃതിയിൽ ഞാൻ പിന്നെ ഈ പമ്പ് എടുത്ത് പെട്ടെന്ന് ഇങ്ങനെ അടിച്ച് ഒരു പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ട് പൊക്കിയ കൂട്ടത്തിൽ ഇതിൻ്റെ ഈ മുകളിലത്തെ ടോപ്പ് അതുകൂടെ അങ്ങ് മുകളിലോട്ട് വന്നു. അത് ഞാൻ അറിയാതെ തന്നെ താഴോട്ടൊരൊറ്റ ഇതാണ്. അപ്പം ഈ പമ്പിനകത്തോട്ട് എൻ്റെ കൈവിരൽ പോയിട്ട് രണ്ടായിട്ടങ്ങ് മുറിഞ്ഞു. ഭയങ്കരമായിട്ടുള്ള ഇതായി. ഇപ്പോഴും എൻ്റെ ഇതേ പാടിതാണ്. ഇപ്പോഴും ആ പാടുണ്ട്. കാരണം രണ്ടായിട്ടങ്ങ് മുറിഞ്ഞു പോയി ഇതായിട്ടുള്ള. അപ്പം നല്ല വേദനയെടുത്തു. അതിലുപരി ഞാൻ ഈ സാഹസം എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഇങ്ങനെ വന്നല്ലോ എന്നുള്ളൊരു വിഷമവും അതുണ്ട്. അതിനൊക്കെ പുറമെ ഇന്നും അതിൻ്റെ സൂചന ഇതായിട്ടുണ്ട്. അതിങ്ങനെ തുന്നിച്ചേർത്തിരിക്കുന്നതുകൊണ്ട് ഈ നഖം എപ്പോഴും വളരുമ്പോൾ തന്നെ അത് രണ്ടായിട്ട്. സൈക്കിൾ ഓട്ടത്തിൽ ഈ വൈദഗ്ധ്യം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ കോടതി വിധിയിലെങ്കിലും ചാണ്ടി താഴെ പോയേനെ. ഇനി കസേര പോകണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പയെ പൊട്ടിപ്പോകണം. കേന്ദ്രത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയെ പെരുവഴിയിലാക്കുന്ന ഫലമാണെങ്കിൽ ആ ആഘാതത്തിൽ ഹൈക്കമാൻഡിന് കേരളത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും നേരം കാണില്ല. അപ്പോഴും ചാണ്ടി രക്ഷപ്പെടും. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.